ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ മെസ്സേജസ് എന്താണ് എന്നത് നോക്കാം. ഫൈനാൻസസിനെ കുറിച്ച് 888 പോർട്ടിൽ എന്ത് ഷിഫ്റ്റാണ് ഫൈനാൻസസിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് ഈ ഒരു ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഓക്കെ, ആസ് വെൽ ആസ് സ്പീക്കർ കാർഡ് റീഡിങ്സും ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാറ്റഡ് 1111 എന്ന ചാനലിൽ. ഓക്കെ, എങ്ങനെയായിരിക്കും ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക്? ഡീപ്പ് റെപ്ലനിഷ്മെൻറ്റ്, റിട്രീറ്റ്, റെസ്റ്റ്, ബി ഹെൽത്ത്. ഓക്കെ, ബർത്തിങ് ന്യൂ ഏജ്, ബർത്തിങ് ന്യൂ ക്രിയേഷൻസ്, ഡ്രീമിങ് എ ന്യൂ വേൾഡ് ഇൻ ടു ബീങ്. Leap, you go first, the universe will catch you. Star mother, how can you mother yourself? So ഇന്നത്തെ പ്രേക്ഷകർക്കുള്ള മെസ്സേജസ്, റെസ്റ്റ് എടുക്കൂ. ഓക്കെ, ചിലർക്ക് ഫിസിക്കൽ റെസ്റ്റ് ആണ്, ചിലർക്ക് മെൻ്റൽ റെസ്റ്റ് ആണ്. ഓക്കെ, ഓവർ തിങ്കിങ് ഏറെയുണ്ട്, അല്ലെങ്കിൽ ഓരോ കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് മനസ്സിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പറയുന്നത് മനസ്സിനെ ശാന്തമാക്കൂ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് ചെയ്യൂ, വെള്ളമേറി കുടിക്കൂ. ഈ ഗ്രൂപ്പ് കാണുന്ന, ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വെള്ളമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. ഓക്കെ, സോ ആയത് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു കുപ്പി ഗ്ലാസ്സിൽ വെള്ളം എടുക്കൂ. വെള്ളത്തിൽ നോക്കി അഫർമേഷൻ പറയൂ. ഞാൻ എനർജറ്റിക് ആണ്, അല്ലെങ്കിൽ എനിക്ക് വളരെ സമാധാനമാണ്, പീസാണ്, ഹാർമണിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വിച്ച് വേർഡ് ചൊല്ലാവുന്നതാണ്. 11 പ്രാവശ്യം ചെയ്യുക ആൻഡ് ദെൻ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്തും എൻ്റെ ബോഡി പീസ്ഫുൾ ആണ് എന്നുള്ള അഫർമേഷൻ പറഞ്ഞുകൊണ്ട് കുളിക്കുക. ബീച്ചസിൽ പോകാം. ഓക്കെ, വെള്ളത്തിൻ്റെ സോഴ്സസ് എവിടെയുണ്ടോ അവിടെ പോകാവുന്നതാണ്. അതും പ്രേക്ഷകർക്കേറെ റിപ്ലനിഷ്മെൻറ്റ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഈ ഒരു ഗ്രൂപ്പിലെ പ്രേക്ഷകർ തല നനയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, സോ എല്ലാവർക്കും അല്ല, ചില പ്രേക്ഷകർ എന്നും തല നനയ്ക്കുന്നില്ലായിരിക്കാം. ബട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 days തല നനയ്ക്കൂ. ബിക്കോസ് അത് നിങ്ങളുടെ പ്രഷർ പോയിൻറ്റ്, ഹെഡിലെ പ്രഷർ പോയിൻറ്റിനെ കാം ചെയ്യുന്നുണ്ട്. ഓക്കെ, സമാധാനിപ്പിക്കുന്നുണ്ട്. പ്രേക്ഷകരോട് പറയുന്ന ഇന്നത്തെ ദിവസം, പ്രേക്ഷകർ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യൂ. ബിക്കോസ് എന്താണോ പ്രേക്ഷകർ ചെയ്യുന്നത് അതൊരു പുതിയ കാര്യമാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. പ്രേക്ഷകർ പോലും വിചാരിക്കാതെ ഒരു പുതിയ തുടക്കമാകാം, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആകാം, ഒരു പുതിയ പ്രോജക്റ്റ് ആകാം. ഓക്കെ, സോ എന്തോ പുതിയത് പ്രേക്ഷകർ തുടങ്ങുന്നതാണ്. അതിനുള്ള വഴി ഒരുക്കൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ലീപ്പ് എടുക്കൂ എന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സ് വിൽ ക്യാച്ച് യു. പ്രേക്ഷകർ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യാതെ പ്രേക്ഷകർ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യൂ. യൂണിവേഴ്സ് ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകർക്ക് വേണ്ട കാര്യങ്ങൾ, വേണ്ട ആൾക്കാർ എല്ലാം എത്തിച്ചു തരുന്നതാണ്. ഓക്കെ, സ്റ്റാർ മദർ, ഹൗ ക്യാൻ യു മദർ യുവർ സെൽഫ്. ഇവിടെ പറയുന്നത് ഈ എല്ലാ പ്രോസസ്സിലും പ്രേക്ഷകർ ഒരു കാര്യം മറന്നു പോവല്ല, സ്വയമേ നർച്ചർ ചെയ്യുന്ന കാര്യം. ഓക്കെ, സ്വയമേ നിരീക്ഷിക്കുന്നത്, സ്വയമേ ആ ഒരു നല്ല ഹെൽപ്പ് കൊടുക്കുന്നത്, റെസ്റ്റ് കൊടുക്കുന്നത്, നല്ല ഫുഡ് കൊടുക്കുന്നത്, നല്ല തോട്ട്സ് കൊടുക്കുന്നത്. ഓക്കെ, സോ ആദ്യം പ്രേക്ഷകർ മറ്റാൾക്കാരെ നോക്കുന്നതിന് മുമ്പ് സ്വയമേ നോക്കൂ. ഓക്കെ, സ്വന്തം ബോഡിയെ നോക്കൂ, സ്വന്തം മെൻ്റൽ ഹെൽത്തിനെ നോക്കൂ എന്നതാണ് പറയുന്നത്. ഓക്കെ, okay, what else? Ace of Wands, 8 of Cups, the Magician, Page of Pentacles, Hanged Man, the Star. Okay, ഈ കാർഡ്സ് പിന്നെ എടുക്കാം.
സോ ഏസ് ഓഫ് വോൺസ്, 8 ഓഫ് കപ്സ്, മജീഷ്യൻ ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വോൺസ് പറയുന്നത് ദാറ്റ് ഈ ഒരു പുതിയ തുടക്കം, ഇന്നത്തെ ദിവസം പ്രേക്ഷകർ എന്ത് ചെയ്തോട്ടെ, എന്ത് പുതിയ കാര്യം ചെയ്തോട്ടെ, അത് ഫലിക്കുന്നതാണ്, അത് നല്ലപോലെ ഫലിക്കും. ഓക്കെ, 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പ്രേക്ഷകരോട് പറയുന്നത് എത്ര സ്പിരിച്വൽ വർക്ക് പ്രേക്ഷകർക്ക് ചെയ്യാൻ പറ്റും. ചിലർക്ക് സ്പിരിച്വൽ വർക്ക് മന്ത്ര ചാൻറ്റിങ് ആണ്, ചിലർക്ക് മെഡിറ്റേഷൻ ആണ്, ചിലർക്ക് ദാനധർമ്മമാണ്, ചിലർക്ക് സ്വയമേ തേടുന്നത്, എന്നിൽ എന്ത് കുറവുണ്ടോ എന്ന് തേടുന്നത്, ഓക്കെ, എന്നതും കാണിക്കുന്നുണ്ട്. സോ 8 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് നോക്കാം എത്രത്തോളം അത് ഫലിക്കുന്നു എന്നുള്ളത്. മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. പ്രേക്ഷകരോട് പറയുന്നത് ഹോപ്പ് വെക്കൂ. ഓക്കെ, ഒരേ മന്ത്ര അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള വിഷ്വലൈസേഷൻ, ഒരേ രീതിയിലുള്ള സ്വിച്ച് വേർഡ് ഏറെ നാൾ ചൊല്ലിയിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ വിശ്വാസം വെക്കൂ. ഓക്കെ, മജീഷ്യൻ കാർഡാണ്. മാനിഫെസ്റ്റേഷൻ എപ്പോൾ വേണേലും നടക്കാൻ, മാനിഫെസ്റ്റേഷൻ നടക്കാൻ സമയം ചിലർക്ക് ഒത്തിരിയാണ്, ചിലർക്ക് ഇച്ചിരിയാണ്. ഡിപ്പെൻസ് അവർക്കുള്ള എനർജി എങ്ങനെയാണ്, അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ എനർജി എങ്ങനെയാണ്, അതിലാണ് മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എന്തൊരു കാര്യം പുതിയത് ഇന്ന് ചെയ്യുന്നോ അതിലൊരു സാമ്പത്തിക നേട്ടം പ്രേക്ഷകർക്കുണ്ട്. പിന്നെ വന്നത് ദ സ്റ്റാർ ആൻഡ് ദ ഹാങ്മാൻ ആണ്. ഓക്കെ, സോ സ്റ്റാർ എല്ലാവർക്കും അറിയാം, ഹീലിംഗ് എനർജി അവൈലബിൾ ആണ് പ്രേക്ഷകർക്ക്. ഓക്കെ, ഹീലിംഗ് എനർജി ഉണ്ട്, നിങ്ങൾക്ക് ഹീൽ ചെയ്യാം, പഠിക്കാം ആൻഡ് പോയി മറ്റാൾക്കാരെ ഹീൽ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാർ ഗേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക്. സ്റ്റാർ ഉള്ള സമയത്ത്, വെളിച്ചമുള്ള സമയത്ത്, സ്റ്റാർ കാണുന്ന സമയത്ത് കുറച്ച് നേരം സ്റ്റാർ നോക്കി ഇരിക്കുക. ഓക്കെ, ബിക്കോസ് ഇത് നിങ്ങളുടെ കണക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ സോൾ സ്റ്റാർ അതുമായിട്ടുള്ള കണക്ഷൻ എന്താണ് അതാണ് കാണിക്കുന്നത്. ആൻഡ് ദെൻ ഹാങ്മാൻ ആണ് വന്നിരിക്കുന്നത്. എന്ത് കാര്യം വ്യത്യസ്ത രീതിയിൽ ചെയ്യൂ, ചാലഞ്ചസ് എടുക്കൂ. ചില പ്രേക്ഷകർ യൂട്യൂബിൽ ഞാൻ ഈ ഒരു കാര്യം മാത്രമേ ചെയ്യുള്ളൂ, ലൈക്ക് റീഡിംഗ് ആണെങ്കിൽ ഞാൻ ഈ ഒരു റീഡിങ്ങേ ചെയ്യുള്ളൂ, കരാട്ടെ പഠിപ്പിക്കുന്നതാണെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിലേ പഠിപ്പിക്കുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിനെ ബ്രേക്ക് ചെയ്യൂ. ഓക്കെ, ആ കൺസെപ്റ്റിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകൂ. അതുപോലെ തന്നെ എന്ത് കാര്യം പുതുതായി പുതിയ രീതിയിൽ ചെയ്യാൻ തുടങ്ങൂ എന്നതാണ് കാർഡ്സ് പറയുന്നത്. ഓക്കെ, സോ ഇനിയും ആഫർമേഷൻ ആണ് എടുക്കുന്നത്. ഇന്നത്തെ ദിവസത്തേക്കുള്ള ആഫർമേഷൻ എന്താണ്? മൈ പ്രസൻസ് ഈസ് മൈ പവർ. എൻ്റെ പ്രസൻസ് തന്നെയാണ് എൻ്റെ ശക്തി. ബൈ സ്പ്രെഡിങ് ലവിങ് എനർജി ഐ അട്രാക്ട് മോർ ലവ്. ആരോടും സംസാരിക്കുമ്പോഴും ലവിങ് എനർജിയിൽ സംസാരിക്കൂ, ബിക്കോസ് അങ്ങനെയാണ് കൂടുതൽ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് കാർഡ്, ഡിസോൾവ് ഓൾ ബൗണ്ടറീസ് വിത്ത് ലവ്. ബൗണ്ടറീസ് പ്രേക്ഷകർക്കുണ്ടെങ്കിൽ, ബൗണ്ടറീസ് പ്രേക്ഷകർ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റാൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബൗണ്ടറീസ് കുറച്ച് സ്നേഹത്തിന് വേണ്ടി കുറയ്ക്കും. നിങ്ങൾക്കറിയാം ഏതാൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥതയോട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ആളുമായിട്ടുള്ള ബൗണ്ടറീസ് കുറയ്ക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതുക, ക്ലെയിം ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിംഗ്സിന് വേണ്ടിയിട്ടുള്ള നമ്പർ, ഫേസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫോളോ ചെയ്യുക. ആൻഡ് എൻ്റെ മറ്റൊരു ചാനൽ പിക്ക് എ കാർഡ് റീഡിംഗ് മാത്രം എടുക്കുന്ന ചാനൽ എൻലൈറ്റൻ എൻചാന്റഡ് 1111 ഫോളോ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.